എങ്ങനെയുണ്ട്? സൂപ്പർ. എന്തേ? വെൽക്കം ബാക്ക് അയ്യന. ഷർഫാണ് വിത്ത് ഫാമിലി. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ്, കുട്ടികൾക്കൊക്കെ ഒഴിവാണ്. അപ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് കുട്ടികളായിട്ട് പോകണം എന്ന് പറഞ്ഞു ഉച്ചൻ്റെ ശേഷം. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് പോകാൻ പറ്റിയ സ്ഥലമുള്ളത് കോട്ടക്കുന്ന് മാത്രമേ ഉള്ളൂ. കോട്ടക്കുന്ന് പോകുമ്പോൾ നമുക്ക് പാണക്കാട് കാണാനുള്ളൊരു സ്ഥലമാട്ടത്. പാണക്കാട് തങ്ങളൊക്കെ പെര കഴിഞ്ഞ ഉടനെ തന്നെ ചെറിയൊരു തൂക്കുപാലുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഒന്ന് നടന്ന് നേരെ നമുക്ക് കോട്ടക്കുന്ന് പോകും. കാരണം നമുക്കിവിടെ വേറെ ഒന്നും കാണാനില്ല, കാര്യമായിട്ടുള്ളത് കോട്ടക്കുന്ന് മാത്രമാണ് ഈ ഏരിയയിലുള്ളത്. പിന്നെ തട്ടെ ഈ പുഴയൊക്കെ കാണാൻ നല്ല രസമാണ്, നമ്മൾ ഇങ്ങനെ നോക്കി കാണാൻ. അപ്പോൾ കുട്ടികളെല്ലാവരും ഉണ്ട് അവിടെ. കുറേ ആൾക്കാർ ഇത് വണ്ടി കയറാൻ വേണ്ടി പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോഴും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിങ്ങനെ ആടുമ്പം ഒരു പേടിച്ചുകൊണ്ടുള്ള നടത്തണ്ടല്ലോ. അപ്പോൾ ഫാമിലി ഒന്നായിട്ട് വന്നാണ്, എല്ലാവരും കൂടി ഇതിലൊക്കെ കയറ്റി ഇറക്കി നടത്തിയിട്ട് വീണ്ടും വണ്ടി കയറി അടുത്ത് നമ്മൾ കോട്ടക്കുന്ന് പോവാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ പാണക്കാട് തങ്ങളൊക്കെ പേര. ഏണ്ട് പൊന്ന പള്ളി ഇങ്ങോട്ടൊക്കെ മേലൊക്കെ വെക്ക്. ഖബർസ്ഥാൻ കാണാൻ നല്ല രസമല്ല? ആ ഇതെന്താ മനസ്സിലായോ? ഇതെന്താ മനസ്സിലായോ? എന്താ ഖബറാണെന്താ? ചെറിയ ഡോറ്. ഏണ്ടാ അത് അവിടുത്തെ വഴക്കുണ്ടാവും. അല്ല, അവിടുത്തെ അത്ര വഴക്കുണ്ടാവില്ല. ആ പോവാ. കേട്ടോ, മലപ്പുറത്ത് ഏറ്റവും പഴക്കമുള്ള പള്ളിൻ്റെ ഉള്ളിലുള്ള, മലപ്പുറം മങ്ങാടിയിലെ ഏറ്റവും പഴക്കമുള്ള നല്ല പ്രാചീന കാലത്തെ രൂപത്തിലുള്ള പള്ളി. അടിയെന്ന് പറഞ്ഞിട്ട് കേൾക്കാളോ? എന്തേ അത് അടിയെന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് കേൾക്കാൻ? എന്നാ വരി പോവാ, നമ്മള് പോവല്ലേ പച്ചിയാ? ഇതാണ് കോണി, ചെറിയ കുഞ്ഞു കോണി. എന്നാൽ വരി ഇറങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഷബാസ ഇസ്ബാ, ഇറങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വീണോ. ഇറങ്ങാൻ പറ്റും, അങ്ങോട്ട് തിരിഞ്ഞിരിക്കേ. വണ്ടി കയറി ഏത് വണ്ടിയിലേനു? ഇവിടെ അങ്ങോട്ട് പോയ പഴയ കാലത്തെ ബിൽഡിങ്ങുകളല്ല കേട്ടോ, വീടുകൾ. അപ്പം മലപ്പുറം വലിയ ജുമാഅത്ത് പള്ളി നട്ടതിനറിയപ്പെടുന്നതാണ് ശുഹദാ മക്കാം. ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്നുള്ളത് ഇതാണ്. ഇവരെ സിറ്റ് ഔട്ട് മാറിത്തീരെ ചേർക്കാം.
അപ്പോൾ അത് കണ്ടില്ലേ, വീടുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിങ്ങനെ ഒരു ചുമരുമ്പോൾ നിന്നാണ് അടുത്ത ചുമരുമ്പോൾ പോയിട്ട്. ഇങ്ങനെയായിരുന്നു പഴയ കാലത്ത് വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. ആയിക്കോട്ടാണ് ചാടാം നമുക്ക്. നല്ല സുഖം പോയാ മിസ്റ്റർ ചെറാജ. കൃഷിയൊന്നും ഇല്ലല്ലോ. ഇതാണ്ടാ ചെറിയ ജനവാതിൽ അവിടേക്ക് മുന്നോട്ട് നോക്കി. എന്നാൽ അപ്പോൾ അത് ആദ്യം തരാം. അപ്പോൾ ഇതാണ് റോഡ് നേരെ മലപ്പുറം ടൗണിലേക്ക് എത്തി. അപ്പോൾ അതാട്ടോ കോട്ടക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ നേരെ സിവിൽ സ്റ്റേഷനുള്ളിൽ ചെറിയൊരു കുഞ്ഞ് പാർക്കുണ്ട്. ആ പാർക്കൊക്കെ എല്ലാവരും കൂട്ടി ഇറങ്ങി. നടക്കി മക്കളെ. ശാന്തി തീരം തട്ടെ ഇതിൻ്റെ പേര്, ശാന്തി തീരം. 20 ഉറുപ്പിക കേട്ടോ ഒരാൾക്ക്. ഇപ്പോൾ ശാന്തി തീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയുള്ള കാഴ്ചകൾ ഇതാണ്. ഇവിടെ കുറേ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് അടിയൊക്കെ ഇങ്ങനെ നടന്നു പോയാൽ അതിൻ്റെ അടിയിൽ കൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഇവിടെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല തണലുണ്ട്. എന്തേ കുഴങ്ങിയ കോട്ടക്കുന്നിൽ എന്തോ വലിയ പരിപാടി നടക്കണം. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, അവിടെ ഭയങ്കര ബ്ലോക്കാണ്. പക്ഷെ കോട്ടക്കുന്നാട് പോകാൻ പറ്റില്ല. അത് പോലീസുകാരനെ പറഞ്ഞില്ല, അവനക്കൊരു പ്രതീക്ഷ ഇല്ല അത് വിടാൻ. പിന്നെ നമ്മളെന്താ കാട്ടുക? അല്ലെങ്കിൽ പിന്നെ വഴി ആദ്യം ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങേപ്പുറത്ത് കൂടെ ഇറങ്ങി പോന്നാൽ മതിയായിരുന്നു. ചാബിയാ അപ്പാണ് പറഞ്ഞു കൊടുത്തേക്കണ്. അത് വന്നോളും, ആപ്പാക്ക് അറിയാറുണ്ട്. നിങ്ങൾ ആ ജംഗ്ഷന് കഴിഞ്ഞാ